ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ചേച്ചി എപ്പ എവിടെ എങ്ങനെ പെരുമാറണമെന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ കാരണം ഇപ്പൊ അവരുടെ ഷോപ്പിംഗ് മുടങ്ങിയില്ലേ? ചെറിയമ്മേ, കുട്ടികൾക്ക് അങ്ങനെ തുമ്മേണ്ട സമയത്തെ പറ്റി വലിയ അറിവുണ്ടോ? അറിയാതെ സംഭവിച്ച ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ ഒരുമിച്ച് തുമ്മല് വന്നേ? നിങ്ങൾ അറിയാതെ ചെയ്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? പറയാൻ. ചക്കി ചിക്കു, ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്തുകൊണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഷോപ്പിങ്ങിന് പോകേണ്ടി വന്നില്ല. ചക്കി, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. ഈ ഐഡിയ ഒക്കെ ഉള്ളിലുണ്ടല്ലേ? എനിക്കറിയാം. അതില്ല അച്ഛാ, ഈ ഐഡിയ തന്നത് ചിക്കുവാ. അത് കൊള്ളാലോ. അച്ഛന്റെ കുരുട്ടുബുദ്ധി അങ്ങനെ തന്നെ കെട്ടിട്ടുണ്ട്. ശരിക്കും അച്ഛന്റെ മോൻ തന്നെ. What happened, Mr. Mithun? എന്താ സൈലന്റ് ആയി പോയത്? ഐഡിയ ക്ലിക്ക് ആയ സ്ഥിതിക്ക് അത് നിങ്ങളുടെ മോളുടെ ആയാലെന്താ, മോളുടെ ഫ്രണ്ടിന്റെ ആയാലെന്താ? നല്ല ഐഡിയക്ക് മോളെ അഭിനന്ദിക്കാൻ മനസ്സുണ്ടെങ്കിൽ മോളുടെ ഫ്രണ്ടിനെ അഭിനന്ദിക്കുന്നതിൽ ഇപ്പോൾ എന്താ തെറ്റ്? ചിക്കു, ഐഡിയ പൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ട്. നിന്റെ തല ഇപ്പൊ വർക്ക് ചെയ്തു തുടങ്ങിയല്ലേ? ഹലോ അങ്കിൾ, എന്റെ തല ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അങ്കിളിന് അറിയാത്തത് കൊണ്ടാ. എന്റെ അമ്മോ, അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസിന്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല അങ്കിൾ, എനിക്ക് എന്നെ പറ്റിയുള്ള കോൺഫിഡൻസാ. അതങ്ങനെ എപ്പോഴും വർക്കൗട്ട് ആവില്ലടാ. എപ്പോഴോ ചക്ക വീണ് മുയലിയാത്തെന്ന് വിചാരിച്ച് അത്ര അഹങ്കരിക്കണ്ട. മിഥുനേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. അച്ഛനും മോനും ആണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എന്നാലിപ്പോ നിങ്ങളെ തമ്മിലുള്ള ബന്ധം നിങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് പോലെ എന്റെ മനസ്സ് ശരിക്കും നിറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും കുട്ടിയായിരുന്നപ്പോൾ മിഥുനുണ്ടായിരുന്ന എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. ഈ വല്യച്ഛനെന്താ എല്ലാം മറന്നുപോയ പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ? അതിന് ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഉണ്ടായിരുന്ന സ്വഭാവങ്ങള് എങ്ങനെ ചിക്കുന് കിട്ടുന്നേ? ഞാനിപ്പോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഡാഡ് ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, നീ കുട്ടിയായിരുന്നപ്പോ ഇവനെ പോലെ തന്നെ ആയിരുന്നു എന്ന് പറയായിരുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസാരിക്കുമായിരുന്നു. അച്ഛാ, ഞാൻ ചിക്കുവിന്റെ കാറിൽ സ്കൂളിലേക്ക് പോയിക്കോളാം. ചക്കിമോളെ, ഒന്നെങ്കി വന്നേ. അല്ല, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മോളെന്തെങ്കിലും മറന്നുപോയായിരുന്നോ? ശരിയാ മുത്തച്ഛ, അച്ഛന് ഉമ്മ കൊടുക്കാൻ മറന്നുപോയി. എന്നാ പോയി കൊടുക്കുമോളെ, ചെല്ലേ. ചിക്കു,
നീ എന്തെങ്കിലും മറന്നുപോയായിരുന്നോ മോനെ? ആ ഉണ്ട് മുത്തശ്ശ. ഞാനും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അമ്മയില്ലെങ്കിൽ എന്താ, അച്ഛനുണ്ടല്ലോ ഇവിടെ. അച്ഛനോ? അച്ഛൻ എവിടെയുണ്ടെന്ന്? അയ്യോ, ഈ വല്യച്ഛൻ എല്ലാം കൊളാക്കും. ഡാഡി ചോദിച്ചു കേട്ടില്ലേ? അല്ല, അത് അച്ഛനെ പോലെ നീ ഇവിടെ ഉണ്ടല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ ഞാൻ എങ്ങനെയാ? മിസ്റ്റർ മിഥുൻ, ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാ വെറുതെ ആലോചിച്ച് തലപ്പുണ്ടാക്കുന്നെ? ചിക്കു, ഇവിടെ നിന്റെ അമ്മയില്ലെങ്കിലും നിന്റെ ഫ്രണ്ടിന്റെ അച്ഛനല്ലേ ഈ നിൽക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ ഒരു ഉമ്മ നീ ഇവിടെ കൊടുത്ത പ്രശ്നം തീരില്ലേ? ശരിയാ ചിക്കു, നമ്മൾ രണ്ടുപേരും ബ്രദറും സിസ്റ്ററും പോലെയല്ലേ. അപ്പ നീ എന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ കൊടുത്തോ. അച്ഛന് ഉമ്മ കൊടുക്കു ചിക്കു. ചെല്ല്. മഞ്ജരി, നീ എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ആന്റി, എന്റെ മനസ്സിലുള്ള ചില ഊഹങ്ങൾ എനിക്കിപ്പോ മനസ്സമാധാനം തരുന്നില്ല. നീ എന്തിനെ കുറിച്ചായി പറയുന്നേ? അങ്ങനെ ഇന്നലെ പരിചയപ്പെട്ട ആ സംയുക്തയെ ചിക്കു അമ്മയെ പോലെയാ കാണുന്നേ. ശരിക്കും സംയുക്തയെ ചിക്കു അങ്ങനെ കാണേണ്ട കാര്യം എന്താ? അതിരിക്കട്ടെ, നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ? ഇനിയെങ്ങാനോ സംയുക്തയും ചിക്കുന്റെ അമ്മയും ഒരാള് തന്നെയായിരിക്കൂ. അതല്ല, ഇനി സംയുക്ത ചിക്കുന്റെ അമ്മയെ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കൂ. ഇത് നിന്റെ ഊഹങ്ങളും തോന്നലുകളും ഒന്നുമല്ല, വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളാ. അങ്ങനെ അങ്ങ് തള്ളിക്കളയില്ല ആന്റി. സംയുക്തയായിട്ട് ഇരിക്കുമ്പോഴൊന്നും ചിക്കുന് യാതൊരു പ്രശ്നവും കണ്ടിട്ടില്ല. പക്ഷേ സംയുക്തയുടെ വേഷം മേഘ്നയെ പോലെ ആയപ്പോ മാത്രമാണ്
ചിക്കു അവളെ അമ്മേന്ന് വിളിച്ചത്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവില്ല ആന്റി. ഹ, ആ ഒരു കാരണം കൊണ്ട് മാത്രം ചിക്കുവിന്റെ അമ്മയും മേഘനയും ഒരാളാവോ? ഈ സംയുക്തയും മേഘനയും ഒക്കെ ഒരാളാണെന്ന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? എന്തോ ഇതൊക്കെ ആർക്കറിയാം. ഈ സംശയങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഹ, ഈ ജന്മത്തിൽ നിനക്ക് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാന്നറിയോ? നീ ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നതുകൊണ്ട്. ആന്റി, എന്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം തരാൻ പോകുന്ന ഒരു വജ്രായുധം എനിക്ക് കിട്ടി. അങ്ങോട്ട് നോക്ക്. വാ, പറഞ്ഞു തരാം. മാഡം. നിങ്ങൾ അർജുന്റെ വീട്ടില് ജോലി ചെയ്യുന്ന ആളല്ലേ? അതെ മാഡം. ഒരു തവണ നിങ്ങൾ രണ്ടുപേരും അവിടെ വീട്ടിൽ വന്നിട്ടില്ലേ? അതെ. അവിടെ മേഘനയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ കുറച്ചായിട്ട് ജോലി തിരക്കൊക്കെ കൂടി മാഡം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീട്ടിൽ വരാറുള്ളൂ? അതെ മാഡം. ചിക്കുവിന്റെ അമ്മ ഇത് തന്നെയല്ലേ? ഒന്ന് പറയേ ചെല്ലപ്പൻ ചേട്ടാ. ഇത് തന്നെയല്ലേ ചെല്ലപ്പൻ ചേട്ടാ ചിക്കുവിന്റെ അമ്മ? അയ്യോ, ഇവരല്ല മാഡം. ശരിക്കും നോക്കിയിട്ട് പറ. പിന്നെ ചിക്കു എന്തിനാ ഇവരാണ് എന്റെ അമ്മയെന്ന് പറയുന്നത്? പാല് കൊടുത്തു വളർത്തിയ അമ്മയെ ഏതെങ്കിലും കുട്ടി മറന്നുപോവോ മാഡം? മാഡം എന്താ തമാശ പറയാണോ? ശരി ശരി, ഇപ്പൊ തന്നെ സമയം വൈകി, ഞാൻ പോയേക്ക്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ നിന്റെ ഊഹങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കാര്യം? ഇല്ല ആന്റി, ഇപ്പോഴാ എന്റെ സംശയങ്ങൾ ഒന്നുകൂടി ഉറപ്പായത്. എങ്ങനെ? അയാളെ ആന്റി ശ്രദ്ധിച്ചില്ലേ? ഫോട്ടോ കണ്ടപ്പോ തന്നെ ആദ്യം അയാളൊന്ന് ഷോക്കായി. പിന്നെ ഒന്ന് ആലോചിച്ച് അയാൾ ഒന്നും അറിയാത്ത പോലെ ഉത്തരവും തന്നു. അതായത് നമ്മളോട് എന്തോ ഒളിക്കുന്നുണ്ടെന്നല്ല അർത്ഥം. കണ്ടുപിടിക്കും. അയാള് മറച്ചു വെച്ച കാര്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. സംയുക്തയുടെ എല്ലാ കള്ളങ്ങളും ഞാൻ പൊളിച്ചെടുക്കും. അർജുമോനെ, അർജുമോനെ. എന്തു പറ്റി ചെല്ലപ്പൻ ചേട്ടാ? എന്താണ് ഇത്ര വെപ്രാളം? ഞാൻ വരുന്ന വഴിക്ക് മഞ്ചരി മേഡത്തെയും പ്രിയമത മേഡത്തെയും കണ്ടു മോനെ. എന്നിട്ട് അവരെ മേഘമോളുടെ ഫോട്ടോ കാണിച്ചിട്ടേ ഓരോന്ന് ചോദിക്കുകയായിരുന്നു. എന്താ പറഞ്ഞേ? മേഘയുടെ ഫോട്ടോ കാണിച്ചെന്നോ? അതെ മാഡം. ശരി ചെല്ലപ്പൻ ചേട്ടാ, നിങ്ങൾ പോയി ജോലി ചെയ്തോളൂ. അർജുൻ, ആ മഞ്ചരി ഒരുമ്പിട്ടിറങ്ങിയ പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമൊപ്പിക്കും. ഹലോ, എന്താ അർജുൻ, പറഞ്ഞോളൂ. മേഘ, താൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതിനിപ്പോ എന്താ പറ്റിയത് അർജുൻ? മഞ്ചരി നിന്റെ ഫോട്ടോ ചെല്ലപ്പൻ ചേട്ടനെ കാണിച്ച് ഈ ഫോട്ടോയിൽ കാണുന്നത് ചിക്കുവിന്റെ അമ്മയാണെന്ന് ചോദിച്ചു. അവൾക്ക് ചിക്കുവിന്റെ അമ്മയും മേഘയും ഒരാളാണെന്ന് സംശയം തോന്നിയിട്ടുണ്ടാവും. ആ സംശയത്തിന് എന്തെങ്കിലും വ്യക്തത കിട്ടിയാൽ അവിടെ സംയുക്തയായിരിക്കുന്നത് നീ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. സോ
ഇനി അങ്ങോട്ട് അവരുടെ കാര്യത്തിൽ നിനക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം. അത് ഞാൻ നോക്കാം അർജുൻ. ആ കാര്യത്തിൽ ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധിച്ചോളാം. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപ് മഞ്ജരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ളൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കും. അതിനുള്ളിൽ ഞാൻ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തോളാം. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ശരി മേഘ. മഞ്ജരി, നിനക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. നീ ചക്രശ്വാസം വലിച്ച് നിന്റെ ജീവിതത്തിന് വേണ്ടി പരക്കം പായണം. അധികം വൈകാതെ എനിക്ക് ആ കാഴ്ച കണ്ണ് നിറയെ കാണണം. നീ വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന ഇരിക്കപ്പുറത്തി തരാതിരുന്ന പോരെ നിനക്ക്. ആദ്യം നിന്റെ കൈകൊണ്ട് തന്നെ വിവേകിന്റെ കല്യാണം മുടക്കണം. നീ കാത്തിരുന്നു. സമിത ആന്റിയും ചിക്കുവിന്റെ അമ്മയും ഒരാളാണെന്ന് ചിക്കുവിന് മനസ്സിലാക്കി കൊടുക്കണം. ചക്കി, എന്താ പറ്റി? മാത്സ് ടീച്ചർ പഠിപ്പിച്ച പ്രോബ്ലം മനസ്സിലാവാത്തതുപോലെ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ല ചിക്കു, നമുക്കിനി നിന്റെ വീട്ടിലേക്ക് പോയാലോ? എനിക്ക് നിന്റെ അമ്മ ഉണ്ടാക്കിയ സ്നാക്സ് കഴിക്കാൻ തോന്നുന്നു. ശരിക്കും നീ എന്റെ വീട്ടിലോട്ട് വരുമോ ചക്കി? വരാലോ. എന്നാൽ ഓക്കെ. അപ്പൊ നമുക്ക് വൈകുന്നേരം കുറെ നേരം കളിക്കാലോ ചക്കി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. കഴിക്കുന്നതിനെ പറ്റി ആലോചിക്ക്. അമ്മ സ്നാക്സ് ഉണ്ടാക്കി തരുവോ ഇല്ലയോ? ആദ്യം അത് പറ. അമ്മ ചെയ്തില്ലെങ്കിൽ ഞാൻ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചാ പോരെ? ശരി. ആഹാ, ഇതാരാ ചക്കിമോളോ? ഇരിക്കിരിക്കെ. ഇനി പറ, ഞങ്ങളെയൊക്കെ മറന്നോ? മോളെ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. ഇവിടുത്തെ അമ്മ അവിടെയല്ലേ ഉള്ളത്, പിന്നെ ഞാനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല ഗ്രാനി. ചിക്കുവിന്റെ അമ്മ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഇതുവരെ വന്നില്ല മോളെ. ഓ, ഇതുവരെ വന്നില്ലേ? അമ്മ ഉണ്ടാക്കിയ സ്നാക്സ് കഴിക്കാനാ ഞാൻ ഇങ്ങോട്ടൊക്കെ ഓടി വന്നത്. ഞാൻ അമ്മയേക്കാൾ നന്നായിട്ട് സ്നാക്സ് ഉണ്ടാക്കും. നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. ചക്കിയോട് എന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ ചിക്കു? ഞാനതൊക്കെ എപ്പോഴേ പറഞ്ഞതാ പപ്പ. ശരി, നിങ്ങക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ ഉണ്ടാക്കി തരാം. എന്നാ ശരി ചിക്കു, ഞാൻ വീട്ടിലേക്ക് പോകാം. അതെന്താ ചക്കി? അതിന് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ? നീ എന്തൊക്കെയാ പറഞ്ഞേ? അമ്മ വരും, അമ്മ വന്നിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരൂന്നല്ലേ? എന്നിട്ടിപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അമ്മ എന്തായാലും വരും. നീ പറഞ്ഞ സ്നാക്സ് അമ്മ ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് ഓക്കെ അല്ലേ? പപ്പയുടെ ഫോണിങ്ങി തന്നേ. ചേച്ചിയുടെ ഫോൺ. അർജുൻ എന്താ എന്നെ പിന്നെയും വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ അമ്മ, എവിടെയാ ഉള്ളേ? എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാന് ഓഫീസിൽ കുറച്ച് തിരക്കായിട്ടിരിക്കാ ചിക്കു. ചക്കി അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന സ്നാക്സ് കഴിക്കാൻ വന്നതാ. അമ്മ ഈ തിരക്ക് കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആവും ചിക്കു. ഇവിടെ ചക്കിയാണെങ്കില് അമ്മ ഉണ്ടാക്കുന്ന സ്നാക്സ് കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അമ്മ ഇങ്ങോട്ട് വരാതിരുന്ന എങ്ങനെ ശരിയാവും? ചാരു, ചക്കി എന്തിനായിരിക്കും ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത്? ചേച്ചി മറന്നുപോയോ? സംയുക്തയും മേഘനയും ഒരാളാണെന്ന് ചക്കിക്ക് സംശയമുണ്ട്. അത് ശരിയാണോന്ന് അറിയാനും ചിക്കുന്റെ മുന്നിൽ തെളിയിക്കാനും ശ്രമിക്കുകയാണ് ചക്കി. ചക്കി ഇപ്പൊ ശരിക്കും വാശിയിലാണെന്ന് തോന്നുന്നു ചാരു. കേൾക്കുന്നുണ്ടോ? അമ്മ വേഗം ഇങ്ങോട്ട് വരാവോ? ചിക്കു, ഗ്രാനി, ഒന്ന് എനിക്ക് ഫോൺ തരുവോ? ചേച്ചി, അർജുൻ സാറുടെ അമ്മയുടെ കോള് വരുന്നുണ്ട്. നീ എടുത്ത് സംസാരിക്ക. ഹലോ. ഹലോ ചാരു മിസ്,
സമിത് ആന്റി അവിടെ ഉണ്ടോ?